സെപ്റ്റംബർ 30 കല്യാണം കഴിഞ്ഞ 2 ദമ്പതികളാണ്. അവർ മലേഷ്യയിൽ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. ഈ ആക്സിഡൻറ്റ് നടന്നത് ഏകദേശം ഒരു 3:30-4 മണി സമയത്തിനോട് അനുബന്ധിച്ചാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്വാഭാവികമായിട്ട് ഒരു 3 മണിക്കൂർ മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഒരു 1 മണി 12 മണി ആ സമയത്തായിരിക്കും യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് രാത്രി 12 മുതൽ 4 മണി 5 മണി. അതിൽ ഈ 3 മണി ടു 4 മണി എന്ന് പറയുന്ന ഒരു പീക്ക് ടൈം എത്രയൊക്കെ നമ്മൾ ഉറങ്ങാതിരുന്നാലും ഓട്ടോമാറ്റിക് ഉറക്കത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ഈ സംഭവത്തിനെ പറ്റി വിശകലനം ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് ഈ വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടി വന്ന വാഹനം വലത് സൈഡിൽ കൂടി വന്ന അയ്യപ്പന്മാരുടെ ആ മിനി ബസ്സിൽ വന്ന് ഇടിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ലെഫ്റ്റ് ട്രാക്കിൽ നിന്നും ഈ വാഹനം വലതുവശത്തേക്ക് ഡീവിയേറ്റ് ചെയ്ത് ചെന്നിടിച്ചാണ്. അപ്പം ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും. മാത്രമല്ല അവിടെ ഒരു ഇറക്കവും കൂടാണ്. ആ ഇറക്കവും കൂടെ വന്നപ്പോഴത്തേക്ക് ആക്സിലേറ്ററിലേക്ക് കാല് കൂടുതലായിട്ട് അമർന്ന് ഒരു ഹെവി സ്പീഡിൽ ഒരു ട്രമൻഡസ് സ്പീഡിൽ വാഹനം മുന്നോട്ട് കുതിച്ച് ചെന്ന് ഇടിച്ചതാണ്. ആ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം നോക്കിയാൽ അറിയാം, ആ ക്രംബ്ലിംഗ് സോണൊക്കെ കംപ്ലീറ്റ് അമർന്നിട്ടുണ്ട്.